ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളിൽ പലരും പ്ലസ് ടുവിൻ്റെ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കും. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായ പരീക്ഷയാണത്. കാരണം നിങ്ങളുടെയൊക്കെ ഫ്യൂച്ചറിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കുകൾ നേടേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവർക്കും ഗംഭീരമായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഫിസിക്സിൽ ഡബിൾ പാസ് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും കൂടുതൽ പോസിബിളായ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇനി നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒട്ടും ലേറ്റ് ആക്കാതെ ഓരോരോ ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങളിലോട്ടായിട്ട് കിടക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്ററായി ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ആണ്. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾ കൽപ്പിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഡെറിവേഷൻ ഉറപ്പായും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പരീക്ഷയിൽ വലിയ സാധ്യതയാണ് ഈ ചോദ്യത്തിനുള്ളത്. സിമിലർ വേ അടുത്ത രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അത് രണ്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഒന്ന് ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെല്ലും ഓൺ ദ സർഫേസും ചിലപ്പോൾ ഇൻസൈഡും ചോദിക്കാറുണ്ട്. സോ ഈ മൂന്ന് കാറ്റഗറി അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കൃത്യമായിട്ട് ആ ഡെറിവേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സിമിലർ വേ അതിൽ നിന്ന് ചോദിക്കാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഇൻഫൈനൈറ്റ്ലി ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അടുത്തത് പ്ലെയിൻ ഷീറ്റും അതുപോലെ തന്നെ ആക്സിയലും ഇക്വിറ്റോറിയലും ഒന്നും പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. റൈറ്റ്, ഓക്കെ. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കുന്നു. ദാറ്റ് ഈസ് സെക്കൻഡ് ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഡിറൈവ് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. സിമിലർ വേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യുന്ന തരത്തിലുള്ള ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കും. C=A∈0/D എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അതും പരീക്ഷയിൽ പല കുറി ചോദിച്ചതും ഇനി ചോദിക്കാൻ പോസിബിളുമായ ചോദ്യമാണ്. തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ തന്നെയാണ്. 3 മാർക്കിനാണ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. കൃത്യമായി തന്നെ എല്ലാവരും പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ഈ പറയുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് മെറ്റീരിയൽസ്. റൈറ്റ്, അതായത് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത്. അലോയ്സിൻ്റെ കേസിലാണെങ്കിലും സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിലും കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിലും ഓരോ ഗ്രാഫുകളുണ്ട്. ഗ്രാഫുകൾ കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. സിമിലർ വേ കിർച്ചോഫിൻ്റെ 2 റൂൾസും ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ് നമ്മുടെ ചാപ്റ്റർ. ആ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്താണ് പഠിക്കേണ്ടെന്ന കാര്യം. യെസ്, ബയോട്ട് സാവേർട്സിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ചോദ്യം ഉറപ്പായും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. സിമിലർ വേ ആംപിയർ സർക്യൂട്ടൽ തിയറവും അതിൻ്റെ 2 അപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതും പരീക്ഷയിൽ 3 മാർക്ക് വീതം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇതിനുശേഷം ഗാൽവനോമീറ്ററിൻ്റെ കൺവേർഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറിയ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ആ ചാപ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസും അവയുടെ പ്രോപ്പർട്ടീസും അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കുക. പാരാഫെറോ എല്ലാം നിങ്ങൾക്കറിയാലോ. സോ അവയുടെ പ്രോപ്പർട്ടീസും അവയുടെ ചിത്രം കണ്ടാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വയ്ക്കുക. അടുത്ത ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും തന്നെയാണ്. വലിയ പ്രാധാന്യമാണ് ആ ചോദ്യത്തിനുള്ളത്. കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മോഷണൽ EMF ആണ്. മോഷണൽ EMFൻ്റെ ഡെറിവേഷൻ ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. E=BLV എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. റൈറ്റ്, അടുത്തത് 7ാമത്തെ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അതിൻ്റെ എനർജി ലോസസും തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇംപിഡൻസിൻ്റെ ഡെറിവേഷനാണ്. ആ ഇംപിഡൻസിൻ്റെ ഡെറിവേഷൻ 3 മാർക്കിനാണ് പരീക്ഷകൾ ചോദിക്കാറുള്ളത്. ആ ഡെറിവേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഫേസർ ഡയഗ്രാം ഉറപ്പായും നിങ്ങൾ വരച്ചിരിക്കണം.
അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് പല വർഷങ്ങളായി ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് അവയുടെ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ കൃത്യമായ ഡെറിവേഷൻ എല്ലാവരും അറിഞ്ഞു വെക്കേണ്ടതാണ്. അടുത്തത് 8ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അപ്ലിക്കേഷൻ കൃത്യമായി തന്നെ അറിഞ്ഞു വെക്കുക. അപ്ലിക്കേഷൻ അറിഞ്ഞു വെച്ചാൽ മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിമിലർ വേ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റേ ഒപ്റ്റിക്സ് ആണ്. +2 ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒട്ടേറെ ഡെറിവേഷൻസ് ഉണ്ട്. ഞാൻ 2 ഡെറിവേഷൻസിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രിസത്തിൻ്റെ ഡെറിവേഷൻ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കും. ഇത് ചോദിച്ചില്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ശ്രദ്ധിക്കുക. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിലും ടെലിസ്കോപ്പ് ആണെങ്കിലും ഒന്ന് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അല്ല, എങ്കിലും വേവ് ഒപ്റ്റിക്സ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിനകത്ത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പഠിച്ചു വയ്ക്കുക. ഡെറിവേഷൻ എന്തായാലും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. സിമിലർ വേ ഓരോ വേവ് ഫ്രണ്ട്, ഓരോ സോഴ്സുകളും ഏത് തരം വേവ് ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ആണെങ്കിലും ആറ്റംസ് ആണെങ്കിലും ന്യൂക്ലിയസ് ആണെങ്കിലും 2 മാർക്ക് വീതം അല്ലെങ്കിൽ 3 മാർക്ക് വീതം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതെന്തായാലും ഒന്ന് തറവായിട്ട് നോക്കി വെക്കുക. ഞാനതിന് ചോദ്യങ്ങൾ പോയിന്റ് ചെയ്യുന്നില്ല. അടുത്തത് സെമി കണ്ടക്ടേഴ്സ്, അവസാനത്തെ ചാപ്റ്റർ ആണ്. എന്തായാലും ഹാഫ് വേവ് അല്ലെങ്കിൽ ഫുൾ വേവ് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഐ തിങ്ക് ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിന് ഹാഫ് വേവാണ് ചോദിച്ചത്. സോ ഫുൾ വേവ് ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഉണ്ട്. എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക. സോ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഡബിൾ പാസ് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് നേടാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇവയെല്ലാം പഠിക്കുക. ഇതുമാത്രം പഠിച്ചു പരീക്ഷയ്ക്ക് പോകാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അതാണ് ചെയ്യേണ്ട കാര്യം. അതായത് ഇതുമാത്രം പഠിച്ചു പോയി എനിക്ക് മാർക്കുകൾ കിട്ടിയില്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയേറിയ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. സോ ഇത് പഠിക്കുക. ഇതിന് ശേഷം ഈ ചാപ്റ്ററുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി പഠിക്കുക. കാരണം എന്തുകൊണ്ടാണ് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാൻസ് ആണ്. ഇനി നമ്മുടെ മുന്നിൽ മറ്റൊരു അവസരമില്ല, മറ്റൊരു രണ്ടാമൂഴമില്ല. ഇതാണ് ശരിക്കുള്ള രണ്ടാമൂഴം. ഇത് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക. ചോദ്യങ്ങളെല്ലാം പഠിക്കുക. മാക്സിമം എഫേർട്ട് എടുക്കുക. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുക. വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ മക്കളെ. സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.